പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ രണ്ട് തരം സ്നേഹത്തിൽ കൂടിയാണ് ദിവസവും യാത്ര ചെയ്യുക. ഒന്ന് മനുഷ്യസ്നേഹം, മറ്റൊന്ന് ദൈവസ്നേഹം. ഈ മനുഷ്യസ്നേഹം നമുക്ക് ഒത്തിരി പരാതികളുണ്ട്. കാരണം അത് ഓരോ നിമിഷവും ഓരോ രീതിയിലാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നമുക്കത് കിട്ടാറില്ല. ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുകയും പ്രതീക്ഷിക്കാത്ത സമയത്ത് കുറയുകയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നിന്നു പോവുകയും ചെയ്യും. ആ സമയത്തൊക്കെ നമ്മൾ ഭാരപ്പെടും. രണ്ടാമത്തേത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുക. ഓരോ നിമിഷവും പുതിയ ടേസ്റ്റുള്ള ദൈവസ്നേഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. പുതിയ തലങ്ങളിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുക. ദൈവസ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പം ഒരിക്കലും നമുക്കതിൽ നിന്ന് അകന്നു പോകാൻ തോന്നുകയില്ല. അത്രയും വലിയൊരു അനുഭവമാണ് ദൈവസ്നേഹം നമുക്ക് തരിക. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്ന് നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മൾ ഓടി ഈശോയുടെ അടുത്തേക്ക് ചെല്ലണം. കാരണം ഈശോ അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ സ്നേഹിക്കാൻ തയ്യാറാണ്. നമ്മളത് എങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നതിലാണ് കാര്യം. നമുക്ക് കൂടുതൽ പ്രാർത്ഥിച്ചും ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തും ആ സ്നേഹത്തെ നമുക്ക് നേടിയെടുക്കാം. അതുവഴി നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റും. നിയമാവർത്തനം 7:9 ഇപ്രകാരം പറയുന്നു, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് ദൈവസ്നേഹം എന്നും അചഞ്ചലമാണെന്ന്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.